എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചൈനീസ് ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മിക്സ്ഡ് ചൗമീൻ നൂഡിൽസ്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണിത്. ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും അടിപൊളിയായി വീട്ടിലിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്ന് എഗ് നൂഡിൽസാണ് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഷോപ്പിൽ നിന്ന് നമ്മൾ എഗ് നൂഡിൽസ് തന്നെ പ്രത്യേകം നോക്കി വാങ്ങാൻ മറക്കുകയും ചെയ്യരുത്. ബോയിൽ ചെയ്ത വെള്ളത്തിലേക്ക് നമ്മൾ ഈ നൂഡിൽസിനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 300 ഗ്രാം നൂഡിൽസ് കാണും. എൻ്റെ ഈ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 3 മിനിറ്റ് കുക്കിംഗ് ടൈം എന്നാണ്. അത് നിങ്ങളുടെ പാക്കറ്റ് നിങ്ങൾ നോക്കണം, അതനുസരിച്ച് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ. കുക്കായ നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ആവാൻ വേണ്ടി ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഇടുന്നുണ്ട്. ഫുൾ വെള്ളം ഡ്രെയിൻ ആയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. തണുത്ത വെള്ളം ഒഴിക്കുന്നത് ഇതിൽ പരസ്പരം ഇത് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഐസ് കോൾഡ് വാട്ടറൊന്നും വേണ്ട കേട്ടോ, നമ്മുടെ വീട്ടിലെ നോർമൽ തണുത്തിരിക്കുന്ന വെള്ളം മതിയാകും. അതിനുശേഷം നമ്മളൊരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നൂഡിൽസിലേക്ക് വേണ്ട വെജിറ്റബിൾസ് നോക്കാം. ഇത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ്റെ മുകളിലത്തെ തണ്ട് നീളത്തിൽ അരിഞ്ഞതും താഴ്ഭാഗം ചെറുതായിട്ട് അരിഞ്ഞതും, ഇത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ക്യാബേജാണ്, അതും നീളത്തിൽ അരിഞ്ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോസൊക്കെ ഒന്ന് നോക്കാം. ഇത് ചില്ലി ഗാർലിക് സോസ്, ഇത് വിനീഗർ, ഇത് ഡാർക്ക് സോയ സോസ്, ഇത് സെസ്മേ ഓയിൽ, അതായത് നമ്മുടെ നല്ലെണ്ണ. ഈ ചില്ലി ഗാർലിക് സോസ് കുറച്ച് സ്വീറ്റർ വേർഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കുരുമുളകും ഉപ്പുമിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസും ചിക്കനുമാണ്. ഇത് 2 മുട്ട ഉപ്പും കുരുമുളകും ഇട്ട് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല വിട്ടുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും ഗാർലിക്കും ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുക്കിംഗ് ടൈം കൂടുതലുള്ള ക്യാരറ്റും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൈനീസ് ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കുറച്ച് വിട്ടുള്ള വോക്കാണ് നല്ലത്. ടോസ് ചെയ്യാൻ അത് കുറച്ച് എളുപ്പമായിരിക്കും. മീഡിയം ഹൈ ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ടോസ് ചെയ്യുമ്പം കുറച്ച് നല്ല ഹീറ്റ് അതിലേക്ക് കിട്ടും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ടോസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും ചിക്കനും പിന്നീട് സ്ക്രാമ്പിൾഡ് എഗ്ഗും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസിലെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. എനിക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ നൂഡിൽസ് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടോങ്ങോ നീളമുള്ള ഒരു ഫോർക്കോ ഒക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് ചേർത്തു, ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഞാൻ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമ്മുടെ ഡിഷിന് തരും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ടോസ് ചെയ്ത് യോജിപ്പിക്കാം. ഫൈനലി നമുക്ക് നമ്മുടെ സെസ്മേ ഓയിൽ ചേർത്ത് കൊടുക്കാം, അതായത് നല്ലെണ്ണ. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടോസ് ചെയ്യുകയോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. നമ്മുടെ ഡിഷിൻ്റെ പ്രിപ്പറേഷൻ ഫൈനലായി കഴിഞ്ഞു. നമ്മുടെ ചൗമീൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞാനതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഇനി മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.